പ്രണയ സാഫല്യം. രചന ആസിയ പൊന്നൂസ്. അവതരണം സാലിം കരുളായി. ഞങ്ങളിന്ന് നീരജയെ കണ്ടു മധു. മഹിയുടെ കുഞ്ഞും ജീവനോടെ ഉണ്ട്. ആ വാക്കുകളിൽ മധുവും അമ്പരുന്നു. വിശ്വാസം വരാതെ മധു അയാൾ അടുത്തി മാറ്റി അയാൾ ഉണ്ടായതൊക്കെ പറഞ്ഞു. വിശ്വേട്ട, അത് ചിലപ്പോൾ നീരജയുടെ മകളായിരിക്കില്ലേ? നീരജയ്ക്ക് അവളുടെ ഭർത്താവിനുണ്ടായ മകള്? നീരജ തിരക്കി. അങ്ങനെ തന്നെ ആവോന്ന് നെഞ്ചിൽ തൊട്ട് പറയാൻ നിനക്ക് കഴിയോ മധു? നിന്റെ കൂട്ടുകാരിയല്ലേ അവള്? വയറ്റിൽ കുരുത്ത ജീവനെ കൊല്ലാൻ മാത്രം ക്രൂരത അവൾക്ക് ഉണ്ടാവുമോ? ആ ചോദ്യത്തിൽ മധുവിന് ഉത്തരം മുട്ടിപ്പോയി. തങ്ങളുടെ തെറ്റ് ന്യായീകരിക്കാൻ അവരങ്ങനെ സ്ഥാപിക്കാൻ ശ്രമിക്കുകയായിരുന്നു. സത്യമല്ലെന്ന് അറിഞ്ഞിട്ട് കൂടി അങ്ങനെ വിശ്വസിച്ച് സ്വയം വഞ്ചിക്കുകയായിരുന്നു. രാജിൻ്റെ മകള് നമ്മളെ ധ്രുവിൻ്റെ പ്രായമല്ലേ? അപ്പം നീരജയുടെ മകൾക്കും അതേ പ്രായം. അങ്ങനെ നോക്കുമ്പോൾ മീര എന്ന് പറയുന്നത് മഹിയാളിൻ്റെ മകളാവാൻ തന്നെയാണ് സാധ്യത. എനിക്ക് ഉറപ്പാ, വിഷൻ ഉറപ്പിച്ചു പറഞ്ഞു. മധു ഒന്നും മിണ്ടാതെ അരികിലിരുന്നു. അതിന് വിശ്വേട്ടൻ എന്തിനാ ടെൻഷനാവുന്നേ? നീരജ കുഞ്ഞിനെ നശിപ്പിച്ചോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാതെ തന്നെയല്ലേ നമ്മൾ ജീവിച്ചത്. ഇന്ന് ജീവിച്ചിരിപ്പെടുന്ന മനസ്സിലായി. അവളിപ്പോൾ മറ്റൊരാളുടെ മകളായി വളരുന്നുണ്ടാവും. വിവാഹം കഴിഞ്ഞെന്നല്ലേ പറഞ്ഞത്? ഇപ്പോൾ അവൾക്ക് മറ്റൊരു ജീവിതമുണ്ട്. ഇപ്പോൾ ഒരു അവകാശം പറഞ്ഞു ചെന്നാൽ അത് അവളുടെ ലൈഫിനെ ബാധിക്കും. അവൾ ജീവിച്ചോട്ടെ. ഇവിടെ മഹിയേട്ടനൊരു കുടുംബമുണ്ട്. എത്രയൊക്കെ ആയാലും ഭർത്താവിന് മറ്റൊരു സ്ത്രീയിൽ ജനിച്ച മകളെ ലച്ചുവിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. വെറുതെ ഒരു പ്രശ്നം വേണ്ട. മധു സമാധാനത്തോടെ പറഞ്ഞു കൊടുത്തു. വിഷന് ദേഷ്യം തോന്നി. രൂക്ഷമായി ഒന്ന് ഭാര്യയെ നോക്കി. ഇത്രയ്ക്ക് സ്വാർത്ഥിയാകരുത് മധു നീ. മഹി എന്നെങ്കിലും ഇതൊക്കെ അറിഞ്ഞാ നിന്നോടോ എന്നോടോ ഒരിക്കലും ക്ഷമിക്കില്ല. വിഷൻ അരിശത്തോടെ പറഞ്ഞു. മധുവിന്റെ മുഖം കുനിഞ്ഞു. മധു ഒരുപാട് അങ്ങ് ചിന്തിച്ചിരുന്നില്ല. ഒരു ജാരസന്ധതിയാണെന്ന് അറിഞ്ഞാൽ അവളുടെ വൈവാഹിക ജീവിതത്തിൽ അതൊരു പ്രശ്നമാകരുതെന്ന് കരുതി. ഒപ്പം വരലക്ഷ്മി എങ്ങനെ പ്രതികരിക്കുന്ന ആശങ്കയും അവർക്കുണ്ടായി. നീ ഒരു കാര്യം മറക്കരുത്. നിന്റെ ഏട്ടൻ അവൻ്റെ സ്വന്തം സന്തോഷം വേണ്ടെന്ന് വെച്ചത് കൊണ്ട് ഇന്ന് നമുക്ക് സ്വസ്ഥമായി ജീവിക്കുന്നു. അവനൊന്ന് സ്വന്തം കാര്യം നോക്കിയിരുന്നെങ്കിൽ മീരയും നീ തറവാട്ടിലും നീ ഇന്ന് നീരജയെ പോലെ ജീവിച്ചേനെ. ഞാനിപ്പോ നിന്റെ ഏട്ടൻ ജീവിക്കുന്നത് പോലെയും. വിഷൻ നീരസത്തോടെ പറഞ്ഞു. ധ്രുവനെ വയറ്റി ചുമന്ന് നീ അവൻ്റെ മുന്നിൽ ചെന്ന് കരഞ്ഞപ്പോ അവൻ്റെ ജീവിത നിനക്ക് വേണ്ടി ബലി കൊടുത്തത്. അതേസമയം മഹിയുടെ കുഞ്ഞുമായി നീരജ വന്നപ്പോൾ നമ്മൾ ചെയ്തതെന്താ? വിശ്വന്റെ ചോദ്യങ്ങൾക്ക് മധുവിന്റെ പക്കൽ മറുപടിയില്ലായിരുന്നു. ഒന്നോർത്തു നോക്കൂ മധു, നമുക്ക് വേണ്ടി മഹി സ്നേഹിച്ച പെണ്ണിനെ നഷ്ടപ്പെടുത്തി. ഇഷ്ടമില്ലാത്തൊരു ജീവിതം നിന്നെ ഓർത്തു മാത്രം ജീവിച്ച് തീർക്കാവൻ. അപ്പം ആ മകളെയെങ്കിലും അവന് കാട്ടി കൊടുക്കേണ്ട നമ്മൾ. അത്രയെങ്കിലും കരുണ നമ്മൾ അവനോട് കാണിക്കേണ്ടേ? വിഷന്റെ കണ്ണ് നിറഞ്ഞിരുന്നു. മീരയുടെ ജീവിതം സേഫാണെന്ന് എനിക്ക് തോന്നുന്നില്ല മധു. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതെന്താണെന്ന് അറിയാതെ എനിക്കൊരു സമാധാനമല്ല. വിഷൻ തലക്ക് താങ്ങം കൊടുത്തിരുന്നു. കൃതിമോളുടെ ഫ്രണ്ടാണെന്നല്ലേ പറഞ്ഞ്? വിഷയുടെ സമാധാനിക്ക്, നമുക്ക് അന്വേഷിക്കാം. മധു അയാളെ സമാധാനിപ്പിച്ചു. മധു, മീരയുടെ സ്ഥാനത്ത് നമ്മുടെ മകനാ നിൽക്കേണ്ടിയിരുന്നത്. അച്ഛനാരാണെന്ന് അറിയാതെ, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അപരിചിതരെ പോലെ രണ്ടാനച്ഛൻ്റെ കീഴിൽ. ഇന്നത്തെ കാലത്ത് നടക്കുന്നതൊക്കെ നീയും കാണുന്നതല്ലേ. രണ്ടാനച്ഛൻ ഒരിക്കലും അച്ഛനാവില്ല. അത് കേൾക്കവേ മധുവിൻ്റെ കണ്ണും മനസ്സും നേറി. ധ്രുവിനെയോ ദിയെയോ ആ സ്ഥാനത്ത് ചിന്തിക്കാൻ പോലും അവർക്ക് കഴിയുമായിരുന്നില്ല. ദേവനൊരു ബിസിനസ് ട്രിപ്പ് പോകാനുള്ളത് കൊണ്ട് ഹരി അയാളെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്ത് കുറച്ച് വൈകിയാണ് തിരികെ വരുന്നത്. രാധേജി പോകാൻ തുടങ്ങുകയായിരുന്നു. ആ സാറ് വന്നോ? കുഞ്ഞിന് തീരെ വയ്യാതെ കിടക്കുവാണ്. ഫുഡ് എടുത്ത് വെക്കണോ? അവരുടെ ചോദ്യത്തിന് അവൻ വേണ്ടെന്ന മട്ടിൽ തല ചലിപ്പിച്ചു. എങ്കിൽ ഞാൻ പോകുക സാർ. മീരക്കുഞ്ഞൊന്ന് ശ്രദ്ധിക്കണേ. ആ കൊച്ചു ഒന്നും കഴിച്ചിട്ടില്ല ഇതുവരെ. അത് പറഞ്ഞ് രാധ പോയതും ഹരിയുടെ മുഖം മാറി. ഒരു കാരണവശാലും ഭക്ഷണം മുടക്കരുതെന്ന് അവളോട് പലതവണ അവൻ പറഞ്ഞതാണ്. അനുസരണക്കേട് അവന് ഇഷ്ടമല്ല. ഇങ്ങനൊരു കാര്യത്തിലാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ആ ദേഷ്യത്തോടെ തന്നെയാണ് അവൻ മുറിയിലേക്ക് കയറിപ്പോയതും. അവൾ മയങ്ങുകയായിരുന്നു. ദേഷ്യത്തോട് അടുത്തേക്ക് ചെന്ന് ഹരി പെട്ടെന്ന് തറഞ്ഞു നിന്നുപോയി. ഒരു വശം ചെരിഞ്ഞാണ് അവളിപ്പോൾ കിടക്കുന്നത്. ടോപ്പിലും ബെഡിലും രക്തക്കട പറന്ന് കിടക്കുന്നത് കണ്ട് അവന് നെഞ്ചിൽ കൊള്ളിയാൻ മിന്നി. വർദ്ധിച്ച ഹൃദയമിടിപ്പോടെ അവൻ സൂക്ഷിച്ചു നോക്കി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ശരിക്കും ഒരു കുഞ്ഞിനെ നഷ്ടമായ ഒരു അച്ഛൻ്റെ ഭാവമായിരുന്നു അവനപ്പോൾ. അവൻ മുടിയിൽ പിടിച്ച് ഉച്ചത്തിൽ അലറിക്കൊണ്ട് നിലത്തേക്ക് ഇരുന്നു പോയി. ഒരു ഭ്രാന്തനെ പോലെ അവൻ അലറി. ബഹളം കേട്ട് മീര ഞെട്ടി എണീറ്റു. അവൻ്റെ ഭാവം കണ്ട് അവൾ പേടിച്ച് മാറി നിന്നു. അവനൊരു മൃഗത്തിൻ്റെ വന്യതയോട് അവളെ നോക്കി. അവൻ്റെ മുഖം വിറക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പീരീഡ്സ്. അവൾ പറഞ്ഞു തുടങ്ങിയതും അവൻ അവിടുന്ന് ചാടി എഴുന്നേറ്റു. കൊന്നല്ലേടി, എന്റെ കുഞ്ഞിനെ നീ കൊന്നല്ലേ?
അവൻ അലറിക്കൊണ്ട് പാഞ്ഞു ചെന്ന് അവളുടെ കരണത്ത് ആഞ്ഞടിച്ചു. അവന്റെ സമനില തെറ്റുകയായിരുന്നു ആ നിമിഷം. ഭയന്ന് പോയവൾക്ക് അവളിൽ കൈവച്ച് ഭിത്തിയോട് ചേർന്ന് നിന്നതും അവൻ വെറുപിടിച്ചത് പോലെ അവൾക്ക് നേരെ പാഞ്ഞു. പിന്നീട് ആ മുറിയിൽ നിന്നും അവളുടെ നിലവിളികൾ ഉയർന്നു. കൃതി മീരയെ അന്വേഷിച്ച് അവളുടെ വീട്ടിലെത്തിയെങ്കിലും അവിടെ നരേന്ദ്രൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നീരജ എത്തിയിട്ടില്ലായിരുന്നു. അവൾ വിവാഹ ഫോട്ടോ കാണിച്ച് അയാളുടെ ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും അതിന് മറുപടി പറയാൻ നിൽക്കാതെ അയാൾ കൃതിയെ പുറത്താക്കി വാതിലടിച്ചു. അന്നേരം തന്നെ അവൾക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയിരുന്നു. സത്യാവസ്ഥ അറിയാതെ മടങ്ങിപ്പോകാൻ അവൾ ഒരുക്കമല്ലായിരുന്നു. ഒപ്പം പഠിച്ചവരെയൊക്കെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. പലരുടെയും നമ്പർ ലഭ്യമല്ല. കണക്റ്റായ ചിലർക്ക് വിവാഹത്തെപ്പറ്റി ഒന്നും അറിയത്തുമില്ല. ശ്രീയുടെ വീട് അന്വേഷിച്ച് കണ്ടെത്താനെന്ന തീരുമാനത്തിൽ നിൽക്കുമ്പോഴാണ് അവരുടെ ഒപ്പം പഠിച്ച മീരയുടെ ഒരു കസിനെ കുറിച്ച് അവൾ ഓർക്കുന്നത്. കോളേജ് ഗ്രൂപ്പിൽ നിന്നും ആ നമ്പർ തപ്പിയെടുത്ത് അവൾ അതിലേക്ക് വിളിച്ചു നോക്കി. അപ്പോഴാണ് മീരയുടെ വിവാഹം കഴിഞ്ഞെന്നും ഹരിശങ്കർ എന്നാണ് ഭർത്താവിൻ്റെ പേരെന്നും അവൾ അറിയുന്നത്. അവൾ വഴി കുറച്ച് പണിപ്പെട്ടാണെങ്കിലും ഹരിയുടെ അഡ്രസ്സ് അവൾ കണ്ടെത്തി. ഹരിയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ മനസ്സ് വല്ലാത്തൊരു ആശയക്കുഴപ്പത്തിലായിരുന്നു. ഹരിയുടെ വീടിന് മുന്നിൽ കാറ് കൊണ്ടുപോയി നിർത്തി കൃതി പുറത്തേക്ക് ഇറങ്ങി. ലോക്കല്ലാതിരുന്ന ഗേറ്റ് തള്ളി തുറന്ന് അകത്തേക്ക് കയറാൻ അവളൊട്ടും മടിച്ചില്ല. ഡോറ് തുറന്ന് കിടക്കുന്നുണ്ടെങ്കിലും അവൾ കോളിംഗ് ബെല്ല് അമർത്തി പുറത്ത് കാത്തു നിന്നു. ഒരു പെൺകുട്ടിയുടെ നിലവിളി അകത്തുനിന്ന് വരുന്നത് കൃതി ഞെട്ടിപ്പോയി. ആ ശബ്ദം മീരയുടേതാണെന്ന് അവൾക്കൊരു തോന്നലുണ്ടായി. അവൾക്ക് അപായം മണത്തു. ഒട്ടും ചിന്തിച്ച് നിൽക്കാതെ അവൾ അകത്തേക്ക് ഓടിക്കേറി. അന്നേരം ഹരി കലിയോടെ മുറിയിൽ നിന്നിറങ്ങി പാഞ്ഞ് പുറത്തേക്ക് പോയി. ദേഷ്യത്താൽ ഭ്രാന്തി പിടിച്ച് അവൻ അങ്ങനെ ഒരാൾ അവിടെ നിൽക്കുന്നത് കാണാൻ കഴിഞ്ഞില്ല. അവൻ പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ട കൃതി പെട്ടെന്ന് മീരയെ ഓർത്ത് അവൻ ഇറങ്ങി വന്ന മുറിയിലേക്ക് തന്നെ പോയി നോക്കി. ആ മുറിയിലേക്ക് അടുക്കും തോറും തീരെ നേർത്ത മുളലുകൾ ആ മുറിയിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അകത്തേക്ക് കയറിയ കൃതി ഒരു നിമിഷം സ്തംഭിച്ച് നിന്ന് പോയി. ഭിത്തിയിൽ ചോര ഒഴുകിയിറങ്ങുന്ന പാട് കണ്ടവൾ ഞെട്ടിപ്പോയി. ഒപ്പം തലയിലൂടെ ചോര ഒഴുകി നിലത്ത് കിടക്കുന്ന മീരയും. അവളുടെ മുടിയൊക്കെ പാറിപ്പറന്ന് നിലത്തൊഴുകുന്ന ചോരയിൽ ഒട്ടിക്കിടപ്പുണ്ട്. കവളുകളിൽ വില്ലുകളുടെ പാട് തിണത്ത് കിടക്കുന്നു. അവൾ വേദന സഹിക്കാൻ വഴിയാതെ നിലത്ത് കിടന്ന് മൂടുകയാണ്. അമ്മ. തീരെ ദുർബലമായ സ്വരമായിരുന്നു അവൾക്കപ്പോൾ. ഹരി അവന്റെ ഭ്രാന്ത് മുഴുവൻ അവളുടെ ശരീരത്തിലാണ് തീർത്തത്. മീരയുടെ അവസ്ഥ കണ്ട് കൃതിക്ക് ശ്വാസം എടുക്കാൻ കഴിഞ്ഞില്ല. അവൾ വിങ്ങിപ്പോയി. മീരേ! അവൾ സ്വബോധം വീണ്ടെടുത്ത് അവൾക്ക് അടുത്തേക്ക് ഓടി. കൃതി അവളുടെ തല പൊക്കി മടിയിൽ വെച്ചപ്പോൾ വേദനയാൽ അവൾ വിളിച്ചുപോയി. മീരെ, എന്താടി മീരെ? അവൾ കരഞ്ഞു പോയി. മീരയെ എടുത്തു ഉയർത്താൻ അവൾ ശ്രമിച്ചെങ്കിലും അവൾക്കതിന് കഴിഞ്ഞില്ല. വേഗം അവൾ ഫോണെടുത്ത് രാജനെ വിളിച്ചു. അച്ഛാ, അച്ഛാ! അവൾ കരയുകയായിരുന്നു. കൃതി, എന്താ നീ എന്തിനെ കരയുന്നേ? അയാൾ വേവലാതിയോടെ തിരക്കി. അച്ഛാ, മീര, അച്ഛനൊന്ന് വേഗം വാ, മീരയെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. അവളെ ഏങ്ങിക്കൊണ്ട് പറഞ്ഞു. രാജനൊന്നും മനസ്സിലായില്ല. കൃതി, മീരയ്ക്ക് എന്താ? നിങ്ങളിപ്പോ എവിടെയാണ്? പറ. അയാൾക്കും ടെൻഷനായി. ഒന്ന് വേഗം വാ അച്ഛാ, എനിക്ക് ഒറ്റയ്ക്ക് പറ്റുന്നില്ല. പ്ലീസ് അച്ഛാ, പെട്ടെന്ന് വാ. അവളപ്പോഴും കരയുകയാണ്. നീ ഒരു കാര്യം ചെയ്യേ, എനിക്ക് ആ ലൊക്കേഷൻ സെൻഡ് ചെയ്യേ. അത് കേട്ടപ്പോൾ അവൾ കോള് കട്ടാക്കി വേഗം ലൊക്കേഷൻ അയച്ചു കൊടുത്തു. മീരെ, എണീക്കടി പ്ലീസ്. അവൾ മീരയെ എണീപ്പിക്കാൻ നോക്കി. ഇവിടെ ആരുമില്ലേ? അവൾ ദേഷ്യത്തിൽ അലറി. ആരുടെയെങ്കിലും അനക്കമുണ്ടോന്ന് പോലും ശ്രദ്ധിക്കാതെ അവൾ മീരയെ എങ്ങനെയൊക്കെയോ പോക്കി തോളിലേക്ക് ചേർത്ത് പിടിച്ചു. മീരെ! അവൾ പേര് ചൊല്ലി വിളിച്ചുകൊണ്ട് മീരയെ പൊക്കിയും നീക്കിയും ഒക്കെ ഹാളിലേക്ക് കൊണ്ടുവന്നു. ഹാള് ശൂന്യമായിരുന്നു. ഹരി എപ്പോഴും പോയിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഒറ്റയ്ക്ക് സാധിക്കില്ലെന്ന് കണ്ടതും അവൾ മീരയെ സോഫയിലിരുത്തി ഒരു തുണിക്കായി പരതി. തിരികെ മുറിയിലേക്ക് തന്നെ കയറി ഷെൽഫിൽ നിന്നും മീരയുടെ ഷാൾ എടുത്തു കൊണ്ടുവന്ന് അവളുടെ തലയിൽ കെട്ടിവെച്ചു. നല്ല ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. അവളെ കണ്ണു തുറക്കാൻ വിളിച്ചുകൊണ്ട് അച്ഛൻ്റെ വരവിനായി അവൾ പ്രാർത്ഥനയോടെ ഇരുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് രാജന്റെ കാറ് റോഡിൽ വന്നു നിന്നു. അയാൾ പുറത്തേക്ക് ഇറങ്ങി ചുറ്റും നോക്കി. ഹരിയുടെ വീടിന് മുന്നിൽ കൃതിയുടെ കാറ് കണ്ട് അയാൾ അവിടേക്ക് ഓടി. വിശ്വേട്ടാ, ഇതെങ്ങോട്ടാ? ഷർട്ട് മാറ്റി പുറത്തേക്ക് പോകാൻ റെഡിയാവുന്ന വിശ്വനോടായി മധു തിരക്കി. നിന്റെ ഏട്ടന്റെ മോളെ കാണാൻ അയാൾ വാച്ചിരുന്നിടയിൽ പറഞ്ഞു. മധു ഒന്ന് അമ്പരന്നു. ഇപ്പൊ പോയി കാണുന്നത് ശരിയാവോ വിശ്വേട്ടാ? പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു ഉടനെ തന്നെ നമ്മളായിട്ടൊരു പ്രസന്റ് ആക്കി കൊടുക്കുന്നത് പോലെ ആയില്ലേ? മധു ചോദിച്ചു. മധു, എനിക്ക് ആ ജീവിതം അത്ര സുഖകരമാണെന്ന് തോന്നുന്നില്ല. കല്യാണം കഴിച്ചത് ചേച്ചിയാണെങ്കിൽ ഞാൻ അവനെ കണ്ടത് അനിയത്തിക്കൊപ്പമാണ്. അവരെ കണ്ടപ്പോൾ ഒരു സാഹോദര്യമെന്നൊന്നും എനിക്ക് തോന്നിയില്ല. നമ്മുടെ ദിയക്കാണിത് സംഭവിച്ചെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് സമാധാനിച്ച് ഇവിടെ ഇരിക്കുമായിരുന്നു നമ്മള്. ആ ചോദ്യം കേട്ട് ദയനീയമായി അവർ അയാളെ നോക്കി. മധു, ഒരു കാര്യം നീ മറക്കുന്നു. മീര നിന്റെ ചേട്ടന്റെ മകളാണ്. ഈ തറവാട്ടിലെ ചോര.
നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ആ മഹി അവളിൽ നിന്ന് നമ്മൾ അകറ്റിയത്, ഒരച്ഛൻ്റെ സ്നേഹം നിഷേധിച്ചതും അപ്പം അവൾ സന്തുഷ്ടിയാണോ എന്നെങ്കിലും നമ്മൾ അന്വേഷിച്ചേ മതിയാകൂ. അതും പറഞ്ഞ് വിശ്വൻ തിരിഞ്ഞപ്പോൾ വാതിൽക്കലിൽ നിൽക്കുന്ന ധ്രുവനെ കണ്ട് അയാൾ ഞെട്ടി. മധുവും അവനെ കണ്ട് പതറിപ്പോയിരുന്നു. ഞാൻ ഇറങ്ങുന്നു, മധുവിനോട് പറഞ്ഞ അയാൾ അവിടെ നിന്ന് പോയതും മധു പുറത്തേക്ക് നടന്നു. ധ്രുവൻ അവരുടെ കയ്യിൽ പിടിച്ചു നിർത്തി. അച്ഛൻ എന്താ ഇപ്പൊ പറഞ്ഞിട്ട് പോയത്? അവൻ മധുവിന്റെ മുന്നിൽ കയറി നിന്ന് ചോദിച്ചു. അതൊന്നുമില്ലടാ, നീ മാറിക്കേ. മധു അവനെ ബലമായി മാറ്റാൻ ശ്രമിച്ചെങ്കിലും അവൻ ഒരടി അനങ്ങിയില്ല. അച്ഛനും അമ്മയും എന്ത് സ്വാതന്ത്ര്യമാണ് കാണിച്ചത്. ഞാൻ അറിയാത്ത ഏത് മകളാ അമ്മാവനുള്ളത്? ചോദ്യത്തോടൊപ്പം അവനെ നെറ്റി ചുളിഞ്ഞു. ധ്രുവ, നീ മാറിക്കേ. മധു ദേഷ്യം നടിച്ചു. ഓക്കേ ഫൈൻ, ഞാൻ അമ്മാവനോട് തന്നെ ചോദിച്ചോളാം. അത് പറഞ്ഞവൻ തിരിഞ്ഞതും മധു അവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി. അവനെ മുറിയിലേക്കാക്കി ഡോർ ലോക്ക് ചെയ്തു. പിന്നീട് മധു പറയുന്നതൊക്കെ കേട്ട് അവൻ ദേഷ്യത്തോടെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവൻ ഹാളിലേക്ക് ചെല്ലുമ്പോൾ വിഷൻ സിറ്റോഡിൽ ഫോണുമായി നിൽക്കുന്നതാണ് കണ്ടത്. പോകാൻ തുടങ്ങിയപ്പോഴാണ് രാജിനെ വിളിച്ച് അഡ്രസ്സ് ചോദിക്കാൻ അയാൾക്ക് തോന്നിയത്. കുറേ നേരം ട്രൈ ചെയ്തെങ്കിലും രാജ അറ്റൻഡ് ചെയ്തില്ല. ശ്രീരാഗിന്റെ വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടേണ്ടി വരില്ലെന്ന് തോന്നി അയാൾ ഫോൺ പോക്കറ്റിലിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും ധ്രുവനും അയാൾക്ക് മുന്നിലെത്തിയിരുന്നു. കീ. അവൻ കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞതും വിഷൻ സിറ്റോട്ടിൽ വന്നു നിന്ന ഭാര്യയെ തിരിഞ്ഞു നോക്കി. ഒരു തുറന്നു പറച്ചിൽ ആ മുഖത്തിൽ നിന്ന് അയാൾ ഊഹിച്ചെടുത്തു. ധ്രുവനോടൊന്നും ചോദിക്കാനോ പറയാനോ നിൽക്കാതെ കീ അവൻ്റെ കയ്യിലേക്ക് വെച്ചു. അവനത് വാങ്ങി കാറിലേക്ക് കയറിയതും വിഷനും ഒന്ന് കയറി. അവൻ കാർ സ്റ്റാർട്ട് ചെയ്തതും വിഷന്റെ ഫോൺ റിങ് ചെയ്തതും ഒരുമിച്ചായിരുന്നു. രാജ് കോളിംഗ് എന്ന് ഡിസ്പ്ലേയിൽ കണ്ടതും അയാൾ വേഗം ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു. താനിത് എവിടെയാ? രാജന്റെ സ്വരം കേട്ടതും വിഷൻ ചോദിച്ചു. ഞാനിവിടെ സിറ്റി ഹോസ്പിറ്റലിൽ നിൽക്കുവാടോ. താനിക്കൊരു സഹായം ചെയ്യാൻ പറ്റുമോ? അത്യാവശ്യമായി ഒരു AB നെഗറ്റീവ് ബ്ലഡ് സംഘടിപ്പിക്കാൻ പറ്റുമോ? അത്യാവശ്യമാണ്. എൻ്റെ വഴിക്ക് ഞാനും മെസ്സേജ് പാസ് ചെയ്തിട്ടുണ്ട്. താനൊന്ന് അന്വേഷിക്കുക. റെയർ ഗ്രൂപ്പ് ആയതുകൊണ്ട് സമയത്തിന് കിട്ടില്ല. രാജ അല്പം ടെൻഷനോടെ പറഞ്ഞു നിർത്തി. എൻ്റെ മതിയോ? ഞാൻ AB നെഗറ്റീവാടോ. അല്ല, എന്താ പ്രശ്നം? വിഷൻ തിരക്കി. ഓക്കെ പറയാം, താൻ കഴിയെങ്കിലും ഒന്ന് പെട്ടെന്ന് വരാൻ നോക്ക്, അർജന്റാണേ. രാജനോട് ഓക്കെ പറഞ്ഞ് വിഷൻ ഫോണ് കട്ട് ചെയ്തു. ധ്രുവ, രാജാണ്, അത്യാവശ്യമായി സിറ്റി ഹോസ്പിറ്റലിലേക്ക് എത്തണമെന്ന്, ഒന്ന് വേഗം പോ. വിഷൻ പറഞ്ഞ് ധ്രുവ് കാറിന്റെ സ്പീഡ് മാക്സിമം കൂട്ടി. മുറ്റത്ത് കാറിന്റെ ശബ്ദം കേട്ടാണ് ലക്ഷ്മിയമ്മ പുറത്തേക്ക് ഇറങ്ങി നോക്കിയത്. അപ്പോഴേക്ക് 2-3 പേർ കാറിൽ നിന്ന് ഇറങ്ങി വന്നു. പരിചയമില്ലാത്ത ആളുകളായിരുന്നുവെങ്കിലും തന്നെ നോക്കി ചിരിക്കുന്നവർക്ക് തിരിച്ചും നല്ലൊരു പുഞ്ചിരി കൊടുത്തു. ആരാ? മുറ്റത്തേക്ക് ഇറങ്ങിക്കൊണ്ട് വളരെ സൗമ്യമായ ലക്ഷ്മിയമ്മ തിരക്കി. ഞങ്ങൾ ശ്രീരാഗ് സാറിനൊന്ന് കാണാൻ വന്നതാണ്. സാറില്ലേ? കൂട്ടത്തിൽ കുറച്ച് പ്രായമുള്ളയാൾ തിരക്കി. ഉണ്ട്, അകത്തേക്ക് വരൂ. ലക്ഷ്മിയമ്മ ക്ഷണിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നതും വന്നവരവരെ അനുഗമിച്ചു. നിങ്ങൾ ഇരിക്ക്, ഇപ്പൊ വിളിക്കാവേ. ശ്രീകുട്ടാ. അവരെ ഹാളിലേക്ക് എത്തി ലക്ഷ്മിയമ്മ മുകളിലേക്ക് നോക്കി വിളിച്ചു. അമ്മേ, ശാരീരികമായും മാനസികമായും വൈകല്യമുള്ള കുട്ടികൾക്ക് വേണ്ടി ഞങ്ങളുടെ ക്ലബ്ബ് ഒരു സ്കൂൾ ആരംഭിച്ചിട്ടുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വൈകല്യങ്ങളുള്ള കുട്ടികൾക്ക് വേണ്ടി സൗജന്യ വിദ്യാഭ്യാസം എന്ന ഉദ്ദേശത്തോടെ തുടങ്ങിയതാണ്. ഒരു സോഷ്യൽ സർവീസാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് ശ്രീരാഗ് സാറൊന്ന് ഉദ്ഘാടനം ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കുട്ടികൾക്ക് അതൊരു സന്തോഷമായിരിക്കും. കൂട്ടത്തിലുണ്ടായിരുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു. ലക്ഷ്മിയുടെ മുഖം തെളിഞ്ഞു. അത് നന്നായി. നിങ്ങൾ ചെയ്യുന്ന പുണ്യപ്രവൃത്തിയിൽ ഒരു ഭാഗമാകാൻ എൻ്റെ മകന് കഴിഞ്ഞാൽ അതൊരു പുണ്യല്ലേ. അവൻ വരും. എന്തായാലും നിങ്ങൾ അവനോട് സംസാരിക്കും, ഞാൻ കുടിക്കാനെടുക്കാം. ശ്രീ സ്റ്റെയർ ഇറങ്ങി വരുന്നത് കണ്ട് ചിരിച്ചുകൊണ്ട് ലക്ഷ്മി കിച്ചണിലേക്ക് പോയി. ശ്രീക്കൊപ്പം നിളയും ഉണ്ടായിരുന്നു. അവൾ ശ്രീക്ക് മുന്നേ അതിഥികൾക്ക് മുന്നിൽ വന്ന് കാലുമേൽ കയൽ കയറ്റി വെച്ചിരുന്നു. പിന്നാലെ ശ്രീയും വന്നിരുന്നു. ആദ്യം ആഗതർ അവരെ സ്വയം പരിചയപ്പെടുത്തി. ശേഷം ആകാൻ ഉദ്ദേശവും. സാറൊന്നും പറഞ്ഞില്ല. വരാൻ എന്തെങ്കിലും അസൗകര്യം? കൂട്ടത്തിൽ മുതിർന്ന വ്യക്തി ചോദിച്ചു. ഏയ്, അങ്ങനെയൊന്നുമില്ല, വരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ, അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു. അപ്പോഴേക്ക് ലക്ഷ്മിയമ്മ ജ്യൂസുമായി വന്നു. അവർ ജ്യൂസ് കുടിക്കുന്നതിൽ ഡേറ്റയൊക്കെ കൃത്യമായി അറിയിച്ചു. അല്ല, പേയ്മെന്റ് എങ്ങനെയാ? അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. പെട്ടെന്ന് നിള ചോദിച്ചതും എല്ലാവരുടെയും മുഖം മാറി. ശ്രീരാഗസുന്ദർ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം വാങ്ങാറില്ല. ആ ധൈര്യത്തിലാണ് അവർ വന്നതും. നീള അങ്ങനെ ചോദിക്കുമെന്ന് അവനും കരുതിയില്ല. അവൻ കണ്ണുകൾ കൊണ്ട് അവളെ വിലക്കി. അവളത് കാര്യമാക്കാതെ തുടർന്നു. നിങ്ങൾ പറയൂ, പേയ്മെന്റ് എത്ര കിട്ടും? അവൾ മുന്നോട്ട് ആഞ്ഞുകൊണ്ട് തിരക്കി. വന്നവരുടെ മുഖം വിവരണമായി. ലക്ഷ്മിയമ്മയും ആകെ വല്ലാതായി. ആ ചെറുപ്പക്കാരൻ എന്തോ പറയാൻ വന്നതും മറ്റേയാൾ അവനെ തടഞ്ഞു. 50,000. അയാൾ മടിയോടെ പറയുന്നത് കേട്ട് നിലയുടെ ചുണ്ടിൽ പൂച്ച നിറഞ്ഞു.
നിങ്ങൾ ചെല്ലാൻ നോക്ക്. 50,000 രൂപയ്ക്ക് ഏതെങ്കിലും സ്ട്രീറ്റ് സിംഗേഴ്സിനെ കിട്ടുമെന്ന് നോക്ക്. അവൾ ധാർഷ്ട്യത്തോടെ പറഞ്ഞു. ശ്രീ അവളെ കയ്യിൽ പിടിച്ച് നിർത്താൻ പറഞ്ഞു. ശ്രീ ഇനാഗ്രേഷന് പോകില്ല. അവൾ അവനെ നോക്കി തീർത്ത് പറഞ്ഞു. നീളേ താനിത്. അവനെന്തോ പറയാൻ വന്നതും അവൾ തടഞ്ഞു. പോകില്ലെന്ന് പറഞ്ഞാൽ പോകില്ല, നിങ്ങൾക്ക് പോകാം. അവരോട് പറഞ്ഞുകൊണ്ട് നീള അവിടെ നിന്ന് എഴുന്നേറ്റു. അയ്യോ മാഡം അങ്ങനെ പറയരുത്, സാറ് വരുന്ന ഉറപ്പുള്ളത് കൊണ്ട് ഞങ്ങൾ നോട്ടീസൊക്കെ പ്രിന്റ് ചെയ്തു പോയി. ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ പ്രിന്റ് ചെയ്തത്? വരുമെന്ന് ഞങ്ങൾ പറഞ്ഞോ? അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. ഇനി ശ്രീ വരണമെന്ന് നിർബന്ധമാണെങ്കിൽ ഓക്കെ. സാധാരണ ഒരു ഉദ്ഘാടനത്തിന് മിനിമം പേയ്മെന്റ് 10 ലക്ഷമാണ്. അത് തരാനുണ്ടെങ്കിൽ ശ്രീ വരും. എന്താ ഓക്കെ ആണോ? അവളുടെ ഡിമാൻഡിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ അവർ അപമാനിതരായി തിരികെ പോയി. എന്ത് പണിയാന്നുള്ള നീ കാണിച്ചത്? ചാറ്റിക്ക് ഞാൻ പൈസ വാങ്ങാനോ നിനക്ക് അറിയാവുന്നതല്ലേ? അവൻ വല്ലായ്മയോടെ ചോദിച്ചു. സെന്റിമെന്റ്സ് കൊണ്ടൊന്നും ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റില്ല. അതിന് പണം തന്നെ വേണം ശ്രീ. 50,000 രൂപ തരാൻ പോലും. വല്ല തെരുവ് കയറിയും പോയി കണ്ടുപിടിക്കട്ടെ നാശങ്ങള്. അവൾ മുഷ്ടിലോടെ പറഞ്ഞു. ലക്ഷ്മിയമ്മ അവൾക്ക് മുന്നിൽ വന്നു നിന്നു.